ബിഗ് ബോസിൻ്റെ 47ാമത്തെ ദിവസത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ ജയിൽ നോമിനേഷനാണ് നടന്നത്. ലൈവിൽ അത് 1-2 മണിക്കൂർ പോയി. അതിനുള്ള കാരണമെന്ന് പറയുന്നത് അനീഷ്, അക്ബർ, ഷാനവാസ് എന്നിവരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞടിയായിരുന്നു ഈ നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ. ജയിലിലേക്ക് രനേൻ്റെ കൂടെ പോകുന്നത് ഷാനവാസാണ്. വീക്കിലി ടാസ്കിൻ്റെ ബേസിസിലാണ് എല്ലാവരും സെലക്ട് ചെയ്തത്. നെവിൻ ആൻഡ് ഷാനവാസ് ഇഷ്യൂ ആണ് ഇന്ന് മൊത്തം ഹൈലൈറ്റായി നിന്നത്. ആദില ആൻഡ് നൂറ ഭയങ്കര ഡൗൺ ആണ്. വീക്കിലി എപ്പിസോഡിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ അനുമോൾ അങ്ങനെ വീണ്ടും കട്ടപ്പയായി മാറിയിരിക്കുകയാണ്. ആദില നൂറേനെയാണ് പിന്നിൽ നിന്ന് കുത്തിയത്. നെവിൻ്റെ ആ അലിഗേഷനിൽ നെവിൻ ആദ്യം ശരിയല്ല എന്ന് പറയുകയും അതിനുശേഷം ഇന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചർച്ചയുണ്ടായപ്പോൾ അനുമോൾ നേരെ മലക്കം പറയുന്നു എന്നാണ് ആദിലയും നൂറയും പറയുന്നുണ്ട്. നൂറയൊക്കെ അത്ഭുതത്തോടു കൂടിയാണ് അനുമോളെ നോക്കുന്നത്. നീ എന്താ ഈ പറയുന്നത്? നീ തന്നെയാണോ കഴിഞ്ഞ ദിവസം ബെഡ്റൂമിൽ എന്ന് പറഞ്ഞ എന്നുള്ള മാതിരി. പിന്നെ ആദില നൂറ എളുപ്പം മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയ 2 പേരാണ് എന്ന് തോന്നിയിട്ടുണ്ട്. ആദ്യം അക്ബറുടെ കൂടെയായിരുന്നു, അതിനുശേഷം അനുമോളുടെ കൂടെ, ഇപ്പം ഷാനവാസിന്റെ കൂടെയാണ് ഇരിക്കുന്നത്. ആദിലയ്ക്ക് എന്തായാലും ഈ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഷാനവാസിന്റെ നെവിന്റെ കാര്യം ജഡ്ജ്മെന്റലായി പറഞ്ഞു. കൂടാതെ പ്രവീണിന്റെ പേര് ആവശ്യമില്ലാതെ ഒരു ഇഷ്യൂലേക്ക് വലിച്ചഴിച്ചു. പ്രവീൺ ഓൾറെഡി പുറത്തു പോയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല ആദിലനോട് എന്ന്. അടുത്തതായി ഈ വീക്കെൻഡ് എപ്പിസോഡിൽ കിട്ടാൻ പോകുന്നത് ഷാനവാസിനാണ്. ഒന്ന് വീക്കിലി ടാസ്ക് കുളമാക്കിയതിൻ്റെ പേരിൽ, പിന്നെ നെവിൻ്റെ കാര്യം. ഷാനവാസിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഷാനവാസ് നെവിനെ ഒരു സെൻറ്റൻസ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതിൻ്റെ പേരിൽ ലാലേട്ടൻ നല്ല രീതിയിൽ പൊരിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞപ്പോഴേക്കും ഷാനവാസും ആദില നൂറയും വീണ്ടും ബാച്ചപ്പ് ആയിട്ടുണ്ട്. മൊത്തത്തിൽ എന്താണ് സത്യാവസ്ഥ എന്നുള്ളത് ആ ക്യാമറയ്ക്കും അറിയാം, ലാലേട്ടനും അറിയാം, ഈ വീക്കെൻഡ് എപ്പിസോഡിൽ കണ്ടറിയാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനുശേഷം ജിഷിൻ്റെ പിടിവാശിയായിരുന്നു കിച്ചണിൽ. ജിഷിനും ജിസയിലും വെജ് മാത്രമേ കഴിക്കുള്ളൂ. ഇന്ന് നോൺ വെജ് ആണ് ഫുഡ് ഉണ്ടാക്കിയത്. അപ്പോൾ ജിഷിനൊരു പ്രശ്നമുണ്ട്, ഈ നോൺ വെജ് ഉണ്ടാക്കുന്നവർ വെജ് ഉണ്ടാക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് വെജ് ആദ്യം ഉണ്ടാക്കി, അതിനുശേഷമാണ് നോൺ വെജ് ഉണ്ടാക്കിയത്. കൊച്ചുപിള്ളയുടെ മനസ്സാണ് എന്ന് തോന്നുന്നു. കുറച്ച് ദിവസമായിട്ടുള്ളൂ ജിഷിന് ഈ വീട്ടിലേക്ക് വന്നിട്ട്. അതിൻ്റെ ഇടയിൽ 2-3 പ്രാവശ്യം ഈ ഫുഡ് വേണ്ട എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒനിയിൽ പ്രൊവോക്ഡ് ആക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫുഡ് കഴിക്കാതിരിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ പ്രൊവോക്കേഷൻ തുടങ്ങിയത് ജിഷിൻ്റെ ഭാഗത്തു നിന്നാണ്. ഭയങ്കര അഗ്രഷനായിട്ട് ഒനിലിൻ്റെ അടുത്തേക്ക് പോയി തിരിച്ച് വാങ്ങിച്ചു വെച്ചു. അപ്പോൾ പിന്നെ അതിനുശേഷം ഫുഡ് കഴിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ജിസയിൽ എന്തും കണ്ടുകൊണ്ടാണ് ഈ ജിഷിൻ്റെ കൂടെ ഇരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ ഈ പ്രശ്നം അനീഷ് മുഖേന ഒത്തുതീർപ്പിലേക്ക് എത്തുന്നുണ്ട്. അതിനുശേഷം ക്യാപ്റ്റൻസി ടാസ്ക് ആണ് നടന്നത്. അതിൻ്റെ അകത്ത് ഒനിയിൽ ജയിക്കുകയായിരുന്നു. അതൊരു ഫൺ ടാസ്ക് ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ്.